ഇത്രയും നഗ്നമായ കളവ് പറഞ്ഞ ആൾക്കാരെ ഇനി എങ്ങനെയാണ് കേരള ജനത വിശ്വസിക്കുക? ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ഒരു പ്രവാചകൻ നബിയുടെ ഒരു വചനവും കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഇനി പറയുന്ന 4 സ്വഭാവ വിശേഷതകൾ ഒരാളിൽ ഒത്തുചേർന്നാൽ അയാൾ തികഞ്ഞ കാപട്യക്കാരനായിരിക്കും. അവയിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് വരെ അയാള് കാപട്യക്കാരനായിരിക്കും. അയാളിൽ നിക്ഷിപ്തമായ കാര്യങ്ങളിൽ ഒരാൾ വഞ്ചന കാണിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് അയാൾ കള്ളം പറയുന്നു. കരാറുണ്ടാക്കിയാൽ അത് ലംഘിക്കുന്നു. ആ വിഷയത്തിൽ തർക്കത്തിലേർപ്പെടുമ്പോൾ അയാൾ അവിവേകത്തോടെ പെരുമാറുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ നബി വചനങ്ങളെങ്കിലും ഈ PMC സംബന്ധിച്ച് ഇങ്ങനെ വലിയ പ്രസ്താവന ഇറക്കുമ്പോൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. ഈ എന്റെ സ്നേഹിതൻ അബ്ദുൽ വഹാബും എന്റെ സഹപ്രവർത്തക JB മേത്തറും മത്സരിച്ച് നൽകിയ 2 ചോദ്യങ്ങളുണ്ട്. അത് PMCയുമായി ബന്ധപ്പെട്ടും സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ടാണ്. 29/7/2026. ഈ രണ്ടുപേരും ഈ സതീശന്റെ ഈ കാപട്യത്തിന്റെ ഈ എന്താ പറയാ മൂടുപടം വലിച്ചു കീറാൻ വേണ്ടി ഇങ്ങനെ രംഗത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അബ്ദുൽ വഹാബിന്റെ ചോദ്യം അതൊരു കൃത്യമായ ചോദ്യമാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയുന്ന ഒരു കാര്യമുണ്ട്. Therefore, the states that do not sign the MOU or ശ്രദ്ധിക്കണം withdraw from the scheme stand to miss out on these benefits of PMC scheme. PMCയില് MOU നമുക്കെല്ലാം അറിയാം. MOU എന്ന് പറഞ്ഞ ധാരണാപത്രമാണ്. അതിന്റെ അനന്തര നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവസാന കരാറിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രാഥമികമായ ഒരു നടപടിക്രമം മാത്രമാണ് MOU എന്നറിയാം. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ MOUയിൽ ഒപ്പുവെച്ചു. പിന്നീട് അവിടെ മുന്നണിയിൽ ചർച്ച വന്നപ്പോൾ അത് വേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അത് മരവിപ്പിക്കാൻ വേണ്ടിയുള്ള കത്ത് കൊടുത്തു. ഇപ്പോൾ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, അതായത് ഈ MOUയിൽ നിന്ന് പിൻവാങ്ങിയ എന്നുള്ള വാക്ക് ഈ പറയുന്ന കേന്ദ്രമന്ത്രി ഉപയോഗിക്കണമെങ്കിൽ, അതായത് ജയന്ത് ചൌധരി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഇത് ഈ പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രം ഇവരുടെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം കളവ് പറയുന്നത് കേരള സമൂഹത്തോട്? ഇതുപോലൊരു വഞ്ചന ഇവർ കാണിക്കാൻ കഴിയും. ഈ വിഷയത്തിന്റെ മുകളിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ വർഗീയ ചേരുതിരിവ് കൂടി സൃഷ്ടിക്കാൻ ശ്രമിച്ചവരാണ്. ഇവരെ വിശ്വസിച്ച് എങ്ങനെ കേരള ജനതയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? ഈ ഒരൊറ്റ കാര്യത്തിൽ ഇത്രത്തോളം കളവ് പറയുന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇവർ എത്ര ടൺ കണക്കിന് കളവുകളായിരിക്കും പറയുക? എനിക്ക് എന്റെ കേരളത്തിലെ മാധ്യമ സ്നേഹിതന്മാരോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ. അതായത് PSCയും മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാഭടന്മാരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റമൊക്കെ വെച്ചിട്ട് ഇവരുടെ ഈ നഗ്നത നിങ്ങൾക്ക് ദീർഘകാലം മറച്ചുവെക്കാൻ കഴിയും. എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ദയനീയമായ ഒരു രൂപമാണ് UDF ഗവൺമെന്റിന്റേത്. അവർ യഥാർത്ഥത്തിൽ ഇനി അഥവാ അവർക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കേരള സമൂഹത്തോട് മാപ്പ് പറയുന്നു. ഒരു പൊതു മാപ്പ് പറയുക. ഞങ്ങൾക്ക് വീഴ്ച പറ്റി, ഞങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നു, ഞങ്ങൾക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങളുടെ മുകളിൽ സമ്മർദ്ദമുണ്ട്, BJP പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല, ഏറെക്കുറെ BJP ആണ് ഞങ്ങളുടെ സർക്കാരിനെ പിന്നിൽ നിന്ന് നയിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞിട്ട് മുമ്പോട്ട് പോയി കൂടായിരുന്നോ? അല്ലോടോ ശരത്തെ, അങ്ങനെ മുമ്പോട്ട് പോയി കൂടായിരുന്നോ? അതിന് വേറെ ഇങ്ങനെ നബി വചനങ്ങൾ പോലും ലംഘിച്ച് ഇളഭ്യരായി ഇത്രയും പച്ചക്കള്ളം പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഈ പരിഹാസം ഇങ്ങനെ ഏറ്റുവാങ്ങേണ്ടതാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിലുണ്ടല്ലോ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഈ പരിപാടി അവസാനിപ്പിക്കും. ഈ അബ്ദുൾ വഹാബല്ലേന്ന് ഈ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ചെകിട്ടത്തല്ലേ കൊടുത്തിരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ ചെകിട്ടത്ത് കൊടുത്തിരിക്കല്ലേ അബ്ദുൾ വഹാബിന് ഇത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടാ. പക്ഷെ വല്ലാത്ത മാരക പ്രഹരമായി പോയി ഈ അബ്ദുൾ വഹാബിന്റെ ചോദ്യം. അതുപോലെ JB മേത്തറിന് സതീശിനോട് അത്രയൊന്നും ഇഷ്ടമല്ല. JB മേത്തറിന്റെ
കൂറൊക്കെ ആരോടാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഇടയ്ക്ക് വാർത്തയെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് JB മേത്തറിന്റെ ചോദ്യം വളരെ ആസൂത്രിതമായ ചോദ്യമായിരിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൂറുള്ള ആൾ ഇപ്പം ഡൽഹിയിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്.